നിങ്ങൾ സാധാരണ പന്ത് കളിക്കുമ്പോൾ എങ്ങനെ കളിക്കുന്നത്? പന്ത് കൊണ്ട് പോവും, ഫ്രീ ആയിട്ടുള്ളതൊക്കെ പാസ് കൊടുക്കും, ഓരോരുത്തരും സ്വന്തം പോലെ കളിക്കുമല്ലേ. ഇതിൽ പലതരം സിസ്റ്റം ഉണ്ട് ഒഫൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഫ്രീ ലാൻസ്, അതാണ് നിങ്ങളെല്ലാം കളിക്കുന്നത്. സെക്കൻഡ് സെറ്റ് പ്ലേ എന്ന് പറയും, അല്ലെങ്കിൽ റൂൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ കോച്ച് നേരത്തെ തീരുമാനിക്കും ഒരു പ്ലെയർ ആദ്യം ഇവിടെ വന്ന് നിൽക്കണം, പിവട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു പ്ലെയർ സെൻറ്ററിൽ നിൽക്കാം, അല്ലെങ്കിൽ ഒരു പ്ലെയറിന് ഇവിടെ നിൽക്കാൻ പറയും, ഒരു പ്ലെയർ ഇവിടെ കാണും, 4 ഒരു പ്ലെയർ ഇവിടെ കാണും. അപ്പോൾ ഈ പ്ലെയേഴ്സിനെല്ലാം നേരത്തെ ഓരോ പൊസിഷൻ തീരുമാനിച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അടുത്തത് റൂളുണ്ട്, നടുക്കുള്ള ആൾ ബോൾ കൊണ്ടുവന്നാൽ അയാൾ ആദ്യം ലെഫ്റ്റിലേക്ക് പാസ് ചെയ്യണം, അവിടെ നിന്ന് അയാൾ ഇവിടോട്ട് പാസ് ചെയ്യണം. സിമ്പിളായിട്ട് അയാൾ ഇവിടെ നിന്ന് ഈ പ്ലെയറിന് പിവട്ടിന് പാസ് കൊടുക്കണം, ഇയാൾ തിരിഞ്ഞെറിയും, ഇവിടെ നിന്നുള്ള പ്ലെയർ റീബൗണ്ട് വരും, ഈ പ്ലെയറും പുറകോട്ട് നീങ്ങും. ഇങ്ങനെ ഓരോ നിയമങ്ങൾ പറഞ്ഞ് ആ നിയമത്തിൻ്റെ അനുസരണമായിട്ട് മാത്രമേ പ്ലെയേഴ്സിന് മൂവ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്തതിൻ്റെ ആൾട്ടർനേറ്റീവ് വലിയ വേരിയേഷൻ പറയും. ഇങ്ങോട്ട് പാസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കാൻ പറയും, എന്നിട്ട് ഈ പ്ലെയറിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയും. ഇതൊക്കെ ഒരു പ്രത്യേക നിയമം പറഞ്ഞിട്ട് അതനുസരിച്ചിട്ടാണ് പ്ലെയേഴ്സിന് കളിക്കേണ്ടത്. അതിൻ്റെ പേര് റൂൾ ഒഫൻസ് അല്ലെങ്കിൽ സെറ്റ് പ്ലേ എന്ന് പറയും. പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളതും സൗകര്യമുള്ളതും ഒക്കെ ഇങ്ങനത്തെ ഒരു ഒഫൻസ് എടുക്കുന്നതാണ്. ആദ്യമേ എല്ലാം പ്രീ ഫിക്സ്ഡ് ആണ്. പക്ഷെ ഇതിനുള്ള പ്രശ്നം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളികൾക്ക് നിങ്ങളുടെ മൂവ് പഠിക്കാൻ എളുപ്പമാണ്. 1-2 പ്രാവശ്യം ചെയ്യും. ബുദ്ധിയുള്ള കോച്ചും ബുദ്ധിയുള്ള പ്ലെയേഴ്സും വേണേൽ അവർ നോക്കി വെക്കും, അവരിത് എവിടെ വെച്ചാൽ തടുക്കേണ്ടെന്നുള്ള രീതിയിൽ അതിനെ തോപ്പിക്കും. അപ്പോൾ സെറ്റ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ചെയ്യാനൊക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടീമിന് കുറേയേറെ സെറ്റ് പ്ലേസ് വേണം. ആദ്യം ഒരെണ്ണം ചെയ്തു സക്സസ്ഫുൾ, റിപ്പീറ്റ് ചെയ്ത് സക്സസ്ഫുൾ, മൂന്നാമത്തത് അതൊരു മാറ്റം, മൂന്നാമത് വേറൊരു സെക്കൻഡ് സെറ്റ് പ്ലേ എടുക്കും, അതിനൊക്കെ സിഗ്നലൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടീം തുടർച്ചയായിട്ട് കൊല്ലങ്ങളോളം പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ ചുറ്റുപാടിൽ ഇതൊന്നും സാധ്യമല്ല. പിന്നെ ആകപ്പാടെ നമ്മൾക്ക് പറ്റുന്നതിന് ഫ്രീ ലാൻസ്, ഓരോരുത്തർക്കും തോന്നിയ പോലെ കളിക്കാം. പക്ഷേ ഈ മോഷൻ ഒഫൻസ് എന്ന് പറയുന്ന ഞാനിപ്പോൾ അവതരിപ്പിക്കുന്ന ഈ സിസ്റ്റത്തിലെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരും 5 സ്ഥലങ്ങളിലും കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 5 പേരും എല്ലാ പൊസിഷനിലും കളിക്കും, 5 പേർക്ക് എല്ലാ റോളും ഉണ്ട്. അപ്പം അതിന് ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു സ്റ്റാർട്ടിങ് 5 അല്ലെങ്കിൽ ആദ്യത്തെ 5 പേരെ കോർട്ടിലാണ്. ഒന്നാമത്തെ നിയമം മോഷൻ ഓഫ് പ്രിൻസിപ്പിളാണ്, നിയമങ്ങളില്ല, തത്വങ്ങൾ മാത്രം. ഒന്നാമത്തെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് കോർട്ടിനിറങ്ങിയാൽ അവർ കോർട്ടിൻ്റെ ഈ 3 പോയിന്റ് വെളിയിൽ 5 പൊസിഷനിലായിട്ട് ഓരോ പ്ലെയേഴ്സും തമ്മിൽ 10-15 അടി 20 അടി അകലമാണ്, ഏറെക്കുറെ ഇതുപോലെ. രണ്ടാമത്തെ റൂള്, ഈ പ്ലെയറിൻ്റെ പന്ത് തിരിക്കാന്ന് വെച്ചോളൂ, ഈ പ്ലെയർ റൈറ്റിലേക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കായിരിക്കും. ഇത് ആദ്യത്തെ, ഇത് അല്പം കഴിയുമ്പോൾ പിന്നെ മാറും. കാര്യം തുടർച്ചയായിട്ട് എപ്പോഴും പന്ത് റൈറ്റിലേക്ക് കൊടുത്തിട്ട് ഇടത്തേക്ക് ഓടുകയാണെങ്കിൽ ഡിഫൻസിന് കവർ ചെയ്യാൻ എളുപ്പമല്ലേ. പക്ഷെ ആദ്യം പഠിക്കാൻ വേണ്ടി, തുടങ്ങാൻ വേണ്ടി ഫസ്റ്റ് യു പാസ് ടു ദ റൈറ്റ്, മൂവ് ഓപ്പോസിറ്റ്. മാൻ ടു മാൻ ഡിഫൻസ് ആണ് ആദ്യം നമ്മളിത് അപ്ലൈ ചെയ്ത് പഠിക്കുന്നത്. സെക്കൻഡ് ഇത് കഴിഞ്ഞിട്ട് സോൺ ഡിഫൻസിലേക്ക് മാറ്റും. മാൻ ടു മാൻ ഡിഫൻസിലാകുമ്പോഴത്തേക്ക് ഓരോ ഒഫൻസിന് ഒരു ഡിഫൻസീവ് പ്ലെയർ കവർ ചെയ്യാൻ കാണുമല്ലോ. വലത്തേക്ക് പാസ് കൊടുത്താൽ ഇടത്തേക്ക് മൂവ് ചെയ്യാൻ പറയും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഡ്യൂട്ടി ഈ പ്ലെയറിന് ഒരു സ്ക്രീൻ കൊടുക്കണം. സ്ക്രീൻ എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും. സ്ക്രീൻ അറിയാമോ? സ്ക്രീൻ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു പ്ലെയറിനെ ഫ്രീ ആക്കാൻ വേണ്ടി പാർട്ട്ണർ ഈ പ്ലെയറിൻ്റെ ഡിഫൻസിൻ്റെ സൈഡിൽ പോയി നിൽക്കുന്നത്. ക്ലാസ് റൂമിലൊക്കെ സ്ക്രീൻ വെച്ചിട്ട്